ബിസിനസ് ചെയ്യുന്ന എല്ലാവരെയും അലട്ടുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ സെയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. സെയിൽ വർദ്ധിച്ചാലാണ് നമ്മളുടെ വരുമാനം വർദ്ധിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെയിൽ വർദ്ധിച്ചിരിക്കും. സെയിൽ കൂട്ടാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ ആദ്യം പഠിക്കേണ്ട ഒരു മേഖലയാണ് ബിസിനസ്സിൽ ഓഫർ ക്രാഫ്റ്റിംഗ് എന്ന് പറയും. നമ്മളുടെ ഓഫർ നല്ല രീതിയിൽ ക്രാഫ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഓഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിലേക്ക് നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങളാണ്, നമ്മൾ കൊടുക്കുന്ന പ്രപ്പോസൽസിനെയാണ്, പല പല കണ്ടീഷൻസ് എല്ലാം വെച്ച് നമ്മൾ കൊടുക്കുന്ന പ്രപ്പോസൽസിനെയാണ് ഓഫർ എന്ന് പറയണത്. അതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മൾ ഫ്രീ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് വരും, നമ്മളുടെ പ്രൈസ് എല്ലാം ഓഫറിൻ്റെ ഭാഗമാണ്. നല്ല ഓഫറുകൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ എന്തായാലും അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ കൂടുതൽ കസ്റ്റമർ വരിക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൂടുതൽ സെയിൽ വന്നു എന്നുള്ള അർത്ഥം. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒന്നാണ് നല്ല ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഓഫർ ക്രാഫ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും സെയിൽ കൂടും. ഒന്നാമതായിട്ട് നമ്പർ 1 പ്രൂവൺ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സെയിൽ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒന്നാമത്തേതായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയതാണ് പവർ ഗ്യാരണ്ടി എന്ന് പറയും. പവർ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് റിവേഴ്സലാണ്. അതായത് കസ്റ്റമറായ നിങ്ങൾക്ക് യാതൊരുവിധ റിസ്ക്കുമില്ല, എല്ലാ റിസ്ക്കും സംരംഭകനായിട്ടുള്ള എൻ്റെ ചുമലിലാണ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് റിവേഴ്സൽ, പവർ ഗ്യാരണ്ടി. ഗ്യാരണ്ടി പലരും കൊടുക്കുന്നുണ്ടല്ലോ, അപ്പം നമ്മളുടെ ഗ്യാരണ്ടിക്ക് എന്താണ് ഒരു വ്യത്യാസമുള്ളത്? അതുകൊണ്ടാണ് ഇതിനെ പവർ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. എല്ലാവരും 1 വർഷം കൊടുക്കാൻ നേരത്ത് അവരാ 1 വർഷം കൊടുക്കുന്നത് ഒരു പക്ഷേ അവർക്കറിയായിരിക്കും, അല്ലെങ്കിൽ 6 മാസം 1 വർഷമൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അത് എന്തായാലും കേടായി പോകും, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ അതിന് വരും. അവർ എന്തുകൊണ്ട് ആ ഗ്യാരണ്ടി കൂട്ടലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ലോ പ്രൈസിലുള്ള പ്രൊഡക്റ്റുകൾ സെറ്റ് ചെയ്തിട്ട് ഗ്യാരണ്ടി കുറച്ച് കൊടുക്കുന്ന ഒരു രീതിയാണ്. അതായത് ലോ പ്രൈസ് എന്നും കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ഗ്യാരണ്ടി അതിനനുസരിച്ച് കൊടുത്താൽ മതി, പ്രൈസ് കുറവാണല്ലോ. നിങ്ങളിവിടെ നേരെ തിരിച്ച് ചെയ്യണം. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളും പ്രൊവൈഡ് ചെയ്തിട്ട് ഇറസിസ്റ്റിബിൾ ആയിട്ടുള്ള ഗ്യാരണ്ടി അങ്ങോട്ട് കൊടുക്കണം. ഇറസിസ്റ്റിബിൾ ആയിട്ടുള്ള ഓഫർ അവരുടെ മുമ്പിലേക്ക് വെക്കണം. 1 കൊല്ലമാണ് എല്ലാവരും കൊടുക്കണമെങ്കിൽ നിങ്ങൾ 2.5 കൊല്ലം കൊടുക്കണം. കാരണം നിങ്ങൾക്കറിയാം 2.5 കൊല്ലത്തേക്ക് അതിന് യാതൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. ഇൻ കേസ് സംഭവിച്ചാൽ തന്നെ നമുക്ക് റിപ്പയർ ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ചെയ്യുക. അങ്ങനെ സംഭവിച്ചാൽ തന്നെ എത്ര എണ്ണത്തിന് സംഭവിക്കും? ചിലപ്പോൾ ഒരു 5-10% മാക്സിമം സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കും. അപ്പോൾ 90% അതെന്തായാലും ലാസ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയാമെങ്കിൽ നമ്മൾ പവർ ഗ്യാരണ്ടി കസ്റ്റമേഴ്സിന് കൊടുക്കണം. സെയിൽ എന്തായാലും കൂട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ കുറേ ഫ്രിക്ഷൻസ് ഉണ്ട്. ഇത് വാങ്ങണോ വേണ്ടേന്നുള്ള ഒരു പേടിയുണ്ട്. ആ പേടിയെ നമ്മൾ അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ്. കസ്റ്റമറുടെ ഫിയറിനെ മാറ്റി കൊടുക്കുകയാണ്. എന്തിലൂടെ? പവർ ഗ്യാരണ്ടിയിലൂടെ കസ്റ്റമറുടെ ഫിയറിനെ അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും പിന്നെന്താ പ്രശ്നം? നിങ്ങൾക്കൊരു റിസ്ക്കും ഇല്ല എന്നുള്ളത് ഞങ്ങളുടെ ഓഫറിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാങ്ങാതിരിക്കാൻ എന്താണ് റീസൺ ഉള്ളത്? അപ്പോൾ കസ്റ്റമേഴ്സ് സ്വാഭാവികമായിട്ടും കുറേ കൂടി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവും. പിന്നെ അതുപോലെ നമ്മളുടെ സെയിൽ വർദ്ധിപ്പിക്കാൻ പറ്റിയ രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജിയാണ് പ്രീമിയംസ് കൊടുക്കുക എന്നുള്ളത്. പ്രീമിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോർ പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ കൂടെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കൂടി ബണ്ടിലിങ് ചെയ്ത് കൊടുക്കുക വിത്ത് കണ്ടീഷൻ. അതിനെയാണ് പ്രീമിയംസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുക. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റ്, ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ റെഫ്രിജറേറ്ററാണ് സെല് ചെയ്യണമെന്ന് വിചാരിക്കുക, ഫ്രിഡ്ജാണ് നിങ്ങൾ വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റിയ, ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റിയത് റെഫ്രിജറേറ്ററിൻ്റെ കവർ നമുക്ക് കൊടുക്കാം, സ്റ്റാൻഡ് കൊടുക്കാം, ഹാൻഡിൽ കവർ കൊടുക്കാം, ഷോക്ക് റെസിസ്റ്റൻ്റ് ഹാൻഡിൽ കവറെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. വിത്തൊരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങളത് ഇന്ന് തന്നെ വാങ്ങുകയാണെങ്കിൽ ഈ ഫ്രീ ബണ്ടിൽ നിങ്ങളുടെ കൂടെ കിട്ടും, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ കിട്ടും. ഇന്ന് തന്നെ വാങ്ങുകയാണെങ്കിൽ മാത്രം. വെറുതെ അങ്ങ് കൊടുക്കാൻ നേരത്തെ അത് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വന്നൊരു സംഗതിയാണ്. നമ്മളൊരു കണ്ടീഷനോട് കൂടിയിട്ട് അങ്ങോട്ട് പറയും. പ്രീമിയംസിൻ്റെ പ്രത്യേകത അതാണ്. ഇന്ന് തന്നെ നിങ്ങളിത് വാങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതും കൂടി കിട്ടും. അപ്പോൾ കസ്റ്റമർക്ക് റീസണായി മാക്സിമം റീസൺ കൊടുക്കുക. കസ്റ്റമേഴ്സിന് നിങ്ങളിൽ നിന്ന് വാങ്ങാനുള്ള മാക്സിമം റീസൺസ് കൊടുക്കലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സെയിൽ വർദ്ധിക്കാനുള്ള സ്ട്രാറ്റജി. അതിനാണ് പല പല മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യണം. അതിൽപ്പെട്ട ഒന്നാണ് പ്രീമിയംസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഫ്രീ ആയിട്ട് കൊടുക്കുക, അത് വിത്ത് കണ്ടീഷനോടുകൂടി കൊടുക്കണം. 5 ദിവസത്തിനുള്ളിൽ വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ഇതിൻ്റെ കൂടെ ഇന്നത് ഫ്രീ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത്ര എണ്ണം കസ്റ്റമേഴ്സിന് 200 പേർക്കോ 100 പേർക്കോ, ആദ്യം വരുന്ന 100 പേർക്ക് 200 പേർക്ക് ഇത്തരം എണ്ണത്തിലുള്ള കസ്റ്റമേഴ്സിന് ഫ്രീ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഓഫർ ഡിസപ്പിയർ ആവും. ആ ഓഫർ പിന്നെ കിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന് തന്നെ വാങ്ങുന്ന കസ്റ്റമേഴ്സിനാണ് ഇതുള്ളൂ.
ഇത്രയും ഇത് കൊടുക്കാൻ നേരത്ത് നമ്മൾ ഓരോ റീസൺസ് കസ്റ്റമേഴ്സിൻ്റെ ബ്രെയിനിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നമ്മളിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്. പ്രീമിയം മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും സെയിൽ വർദ്ധിപ്പിക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് സ്കേഴ്സിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതായത് ഇതിപ്പോൾ തീർന്നു പോകും എന്നൊരു ഫീലിംഗ് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഉണ്ടാക്കുക. ഒരു ഉദാഹരണം, നിങ്ങൾക്ക് നല്ല ഓർഡറുള്ള നിങ്ങളുടെ ഒരു ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇത്ര എണ്ണ ഇനി ലെഫ്റ്റ് ആയിട്ടുള്ളൂ, ഇത്ര എണ്ണ സ്റ്റോക്കിലുള്ളൂ, വളരെ ഫ്യൂ ക്വാണ്ടിറ്റീസ് മാത്രമേ ഉള്ളൂ എന്ന് കസ്റ്റമറെ ഓൾറെഡി അറിയിക്കുക. വളരെ കുറഞ്ഞ എണ്ണം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇത്ര കപ്പാസിറ്റിയിലുള്ള ആളുകളെയാണ്, നിങ്ങൾ സർവീസ് ആണെങ്കിൽ ഇത്ര കപ്പാസിറ്റിയിലുള്ള ആളുകളെയാണ് നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പക്ഷെ കുറച്ച് സീറ്റ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സ്കേഴ്സിറ്റി ഉണ്ടാക്കാനായിട്ട് കസ്റ്റമർക്ക് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കുക. ഇനി ഇത്രയും കൂടിയാണ് ലെഫ്റ്റ് ആയിട്ടുള്ളൂ, ഇത്ര സീറ്റും കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളൂ, അതല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി മാത്രമാണ്, ഇത്ര ഐറ്റംസ് മാത്രമാണ് ലെഫ്റ്റ് ആയിട്ടുള്ളൂ, ഇതിപ്പോൾ തന്നെ തീർന്നു പോകും. ഓൺലൈൻ സൈറ്റുകളൊക്കെ അത് സ്ഥിരം ചെയ്യണ ഒരു സംഗതിയാണ്. വളരെ പ്രൂവൺ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. കസ്റ്റമറെ അങ്ങ് അറിയിക്കുക. ഇവിടെ സ്കേഴ്സിറ്റിയുടെ കേസിൽ പലരൊക്കെ പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നുണ പറഞ്ഞ് വിൽക്കുക എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിലും നുണ പറഞ്ഞ് വിൽക്കുക എന്നുള്ളത് അത് നമ്മളുടെ ഒരു എത്തിക്സിന് ചേർന്നിട്ടുള്ളൊരു കാര്യമല്ല. നുണ പറയാതെ തന്നെ നമുക്ക് സ്കേഴ്സിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്റ്റോക്ക് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, എങ്കിൽ കുറച്ചേ ഉള്ളൂ എന്ന് നമുക്ക് പറയാം. വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി എന്ന് പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് അത് റീസ്റ്റോക്ക് ചെയ്യാൻ സാധിക്കും പെട്ടെന്ന് തന്നെ. എങ്കിലും നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് അത്രയാണല്ലോ ഉള്ളൂ, എങ്കിൽ നിങ്ങൾക്കതൊരു സ്കേഴ്സിറ്റി ഉണ്ടാക്കാനായിട്ട് പറയും. ഈ നുണ പറഞ്ഞു വെക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മൈൻഡ് സെറ്റ് അതായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നുണ പറഞ്ഞതിൽ വേറെയിലും നുണ പറയും. അങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് ഇങ്ങനെ നുണ പറഞ്ഞു പോകാൻ നേരത്ത് ഏതെങ്കിലും ഒന്നിൽ അത് ബാക്ക് ഫയർ ചെയ്യും. പല രീതിയിലായിരിക്കാം ബാക്ക് ഫയർ ചെയ്യുക. നിങ്ങളുടെ ഫോർമർ എംപ്ലോയീസ് ആയിരിക്കാം അത് റിവീൽ ചെയ്യുക, നിങ്ങളുടെ സീക്രട്ട് റിവീൽ ചെയ്യുക. അപ്പം നുണ പറഞ്ഞ് ഒരുപാട് കാലം നമുക്ക് അങ്ങനെ സ്കേഴ്സിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അതല്ലാതെ തന്നെ റിയലായിട്ട് സ്കേഴ്സിറ്റി ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങളുടെ സ്റ്റോക്ക് അത്രയേ ഉള്ളൂവെങ്കിൽ അത്രയേ ഉള്ളൂ എന്ന് നമുക്ക് കസ്റ്റമറെ അറിയിക്കാമല്ലോ, പെട്ടെന്ന് തന്നെ തീർന്നു പോകും. ഇപ്പോൾ ഒരു കസ്റ്റമർ നമുക്കറിയാം, ഒരു ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു കസ്റ്റമർ ഉണ്ട്. അതായത് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങാൻ നല്ല സാധ്യതയുണ്ട്, ഒരു 80% വരെ കൺവേർട്ടഡ് ആയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരാളുടെ അടുത്ത് അവരുടെ അടുത്ത് പറയാം 5 പീസും കൂടിയേ ലെഫ്റ്റ് ആയിട്ടുള്ളൂ, 5 ക്വാണ്ടിറ്റിയും കൂടിയാണ് ലെഫ്റ്റ് ആയിട്ടുള്ളൂ ഞങ്ങളുടെ സ്റ്റോക്കിൽ. പിന്നീട് അപ്പോൾ സ്റ്റോക്ക് വരുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ചിലപ്പോൾ അത് സത്യമായിരിക്കും, ഇനി എപ്പോഴാണ് അതിൻ്റെ സ്റ്റോക്ക് വരാമെന്ന് നമുക്ക് അറിയില്ലായിരിക്കും. എങ്കിൽ അതങ്ങനെ ആ സത്യം പോലെ പറഞ്ഞാൽ തന്നെ കൺവേർഷൻസ് കൂടും. സ്കേഴ്സിറ്റിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും എഗെയിൻ ഒരു റീസൺ കൊടുക്കുകയാണ് നമ്മൾ കസ്റ്റമർക്ക്. നമ്മളിൽ നിന്ന് വാങ്ങാനുള്ള ഒരു റീസൺ നമ്മൾ കൊടുക്കുകയാണ് സ്കേഴ്സിറ്റിയിലൂടെ. ഇനി അടുത്തൊരു മെത്തേഡാണ് ബ്രോക്കൺ ഓഫർ. അതായത് സിംഗിൾ ഓഫറിനേക്കാളും എപ്പോഴും പവർഫുള്ളാണ് ബ്രോക്കൺ ആയിട്ടുള്ള ഓഫർ. അപ്പം നിങ്ങളുടെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നിങ്ങളുടെ ഓഫർ, നിങ്ങളുടെ അടുത്ത് നിന്ന് ഇപ്പോൾ AC വാങ്ങുന്ന ഒരാളാണെങ്കിൽ സാധാരണ ഫ്രീ ഇൻസ്റ്റലേഷൻ ഉണ്ടായിരിക്കും. അത് പക്ഷേ നമ്മളത് എടുത്ത് നമ്മളുടെ ഓഫറിൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയൂല, ബ്രോക്കൺ ചെയ്ത് പറയൂല. AC വാങ്ങുന്ന ACയുടെ റേറ്റ് പറയും. സാധാരണ നമ്മൾ ഫ്രീ കൊടുക്കാറുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് നിങ്ങളത് ബ്രോക്കൺ ചെയ്ത് സെപ്പറേറ്റ് ആക്കിയിട്ട് AC പ്ലസ് ഫ്രീ ഇൻസ്റ്റലേഷനാക്കാൻ നേരത്ത് അതിനെ നമ്മൾ പൊട്ടിച്ചേക്കാണ്. ആ ഓഫറിനെ പൊട്ടിച്ച് നമ്മൾ ബ്രോക്കൺ ഓഫർ എന്നാണ് ഇതിന് പറയുക. ഈ സിംഗിൾ ഓഫറായിട്ട് നമ്മൾ കൊടുക്കുന്നതിനേക്കാളും പവർഫുൾ ആയിരിക്കും ഇങ്ങനെ ബ്രോക്കൺ ആക്കി നമ്മൾ ബോണസ് പോലെ കൊടുക്കാൻ നേരത്ത് കുറച്ചും കൂടി കൺവേർഷൻ നമ്മുടെ അടുത്തേക്ക് വരും. ഇനി അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു മെത്തേഡാണ് അപ്സെല്ലിങ്ങിൻ്റെയും ക്രോസ് സെല്ലിങ്ങിൻ്റെയും ടൈമിൽ പലരും സെയിൽസിൽ നിൽക്കുന്നവർ എടുത്ത് പറയൂല, ഇങ്ങനൊരു പ്രൊഡക്റ്റും കൂടി ഉണ്ടെന്ന് കസ്റ്റമറോട് പറയൂല. കസ്റ്റമർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ ചോദിച്ച് വാങ്ങിക്കട്ടെ എന്നുള്ള രീതിയിലാണ് പലരും ചെയ്യുന്നത്. നമ്മൾ എടുത്ത് പറയണം, ഇങ്ങനൊരു പ്രൊഡക്റ്റും കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്താൽ വളരെ നന്നായിരിക്കും. അത് നമ്മൾ ക്രോസ് സെല്ലിംഗ് ആണെങ്കിൽ ക്രോസ് സെല്ലിങ്ങിൻ്റെ ടൈമിൽ ഏത് പ്രൊഡക്റ്റാണോ നിങ്ങളുടെ കോർ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഉള്ള അറ്റാച്ച് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ഏതാണോ സർവീസ് ഏതാണോ അത് പ്രത്യേകം എടുത്ത് പറയണം. എടുത്ത് പറഞ്ഞാൽ മാത്രമാണ് കസ്റ്റമർക്ക് അത് വാങ്ങണോ വേണ്ടെന്നുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അപ്സെല്ലിങ്ങിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം കസ്റ്റമർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മളുടെ പ്രൈമറി പ്രൊഡക്റ്റ് കൊണ്ട് സാധിക്കുമെങ്കിലും നമ്മളുടെ ആ കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ പ്രീമിയം പ്രൊഡക്റ്റോ ഉണ്ടെങ്കിൽ അതും കൂടി കസ്റ്റമറെ ഒന്ന് പരിചയപ്പെടുത്തണം. കസ്റ്റമർ ഈവൻ നമ്മളുടെ മാർക്കറ്റിങ്ങിൽ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് പ്രൈമറി പ്രൊഡക്റ്റിൻ്റെ പരസ്യമാണ് നമ്മൾ ഉപയോഗിച്ചത്. ആ പരസ്യം കണ്ടുവരുന്ന കസ്റ്റമറുടെ അടുത്ത് അയാൾ അതാണല്ലോ ചോദിച്ചത് എങ്കിൽ അത് കൊടുക്കാം. അങ്ങനെയല്ല, അതിൻ്റെ കൂടെ നിങ്ങൾ അപ്സെല്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റും പ്രീമിയം പ്രൊഡക്റ്റും കൂടി കസ്റ്റമറെ ഒന്ന് പരിചയപ്പെടുത്തണം. വാങ്ങോ ഇല്ലയോ എന്നുള്ളതല്ല, അവരെ ഒന്ന് പരിചയപ്പെടുത്തണം. പറയണം, കസ്റ്റമറായിട്ട് ചോദിക്കാതെ നമ്മളായിട്ട് അങ്ങോട്ട് പറയണം.
അപ്പോൾ ഇത് പല സക്സസ്ഫുൾ ആയിട്ടുള്ള ഷോപ്പ് ഓണേഴ്സും ചെയ്യണ കണ്ടിട്ടുണ്ട്. ചിലർ നമ്മുടെ അടുത്ത് ചോദിക്കില്ല, ചിലർ നമ്മൾ ആ ബിൽ കൗണ്ടറിൻ്റെ അവിടെ നിൽക്കാൻ നേരത്ത് നമ്മുടെ അടുത്ത് ചോദിക്കും ഇത് വേണോ അത് വേണോ. ഇവരിങ്ങനെ ചോദിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ആ ചോദിച്ചതിൻ്റെ പേരിൽ ഒരു 3-4 സെയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത്രയും സെയിൽ കൂടെയുള്ളൂ. അതുകൊണ്ടാണ് അവരത് ചെയ്യണത്. പക്ഷെ പലരും ഇത് ചോദിക്കാറില്ല. ചോദിക്കുക എന്നുള്ളത് ഒരു സ്ട്രാറ്റജി തന്നെയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് സെയിൽ കൂട്ടാൻ ചെയ്യാൻ പറ്റിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജൻസി ക്രിയേറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ വാങ്ങാനൊരു റീസൺ കസ്റ്റമർക്ക് ഇട്ട് കൊടുക്കുക. അർജൻസി നമ്മൾ ഉണ്ടാക്കിയാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഇതിന് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കൂട്ടുമ്പോൾ കസ്റ്റമറെ അറിയിക്കാതെ കൂട്ടരുത്. നമ്മളിൽ പലർക്കും ഈ അബദ്ധം ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടാകും. കസ്റ്റമറോട് പറയാതെ പ്രൈസ് കൂട്ടരുത്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ അർജൻസി ക്രിയേറ്റ് ചെയ്യാണ്. നമ്മളുടെ കോസ്റ്റ് ചിലപ്പോൾ കൂടാം. നിങ്ങൾ പുതിയ സ്റ്റാഫിനെ എടുത്തിട്ടുണ്ടായിരിക്കാം, റോ മെറ്റീരിയലിൻ്റെ വില കൂടാം, പല പല കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ കോസ്റ്റ് കൂടാം. കോസ്റ്റ് കൂടാൻ പോകുന്നു എന്ന ഇൻഫർമേഷൻ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രൈസ് കൂട്ടിയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ പ്രൈസ് കൂട്ടാൻ അപ്പോൾ ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടും പ്രൈസ് കൂട്ടാനായിട്ട്. അതല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഒരാഴ്ച കൊണ്ടാണ് നമ്മുടെ കോസ്റ്റ് കൂടുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ആഴ്ച തന്നെ നിങ്ങൾ കസ്റ്റമറോട് പറയുക, വരുന്ന ഇന്ന ദിവസം എക്സ്പയറി ഡേറ്റ് കൊടുക്കുക, ഇന്ന ദിവസം മുതൽ ഈ പ്രൊഡക്റ്റിനും സർവീസിനും ഇത്ര രൂപയായിരിക്കും. കാരണം നമുക്ക് പുതിയ സ്റ്റാഫിനെ എടുക്കണം, അതുപോലെ തന്നെ റോ മെറ്റീരിയലിൻ്റെ വില കൂടിയിട്ടുണ്ടാവും. പല പല റീസൺസ് കൊണ്ട് കസ്റ്റമർ ഇത് പറയുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇന്ന് വാങ്ങാം നാളെ വാങ്ങാമെന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ടാവും. ആ വക്കത്തും തുമ്പത്തൊക്കെ ആയിട്ട് പല ആളുകൾ നിൽക്കുന്നുണ്ടാവും. അവർക്കങ്ങ് ചാടാനൊരു റീസണാണിത്. ഓക്കെ, അടുത്ത ആഴ്ച കൊണ്ട് പ്രൈസ് കൂടുകയാണ്, ഇനിയിപ്പോൾ എന്തായാലും അങ്ങ് വാങ്ങിയേക്കാം. ഈ ഒരു റീസൺ നമ്മൾ അവരെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരിക്കലും ആ പഴയ പ്രൈസിൽ അവർക്ക് കിട്ടില്ല. അങ്ങനെ ഒരു ഫീൽ ശരിക്കും അവർക്ക് ആ പ്രൈസിൽ ഇനി കിട്ടില്ല. നമ്മുടെ കോസ്റ്റ് കൂടിയല്ലോ. നമ്മൾ കോസ്റ്റ് കൂടിയത് കൊണ്ട് നമ്മൾ ഇനി എന്തായാലും പഴയ പ്രൈസിലേക്ക് നമ്മൾ എന്തായാലും വരില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു റീസൺ അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ വക്കത്ത് നിൽക്കുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, ഒരു 80% 90% കൺവേർഷൻ ആയി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ ഒരു 100ലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു അർജൻസി സ്ട്രാറ്റജി നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എക്സ്പയറി ഡേറ്റ് കൊടുക്കുക, ഇന്ന ഡേറ്റ് മുതൽ. അബദ്ധം നിങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറോട് പറയാതെ പ്രൈസ് കൂട്ടരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറോട് പറഞ്ഞിട്ട് നിങ്ങൾ പ്രൈസ് കൂട്ടാൻ നേരത്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡ്യൂറേഷൻ കൊടുത്തു, ഒരു എക്സ്പയറി ഡേറ്റ് കൊടുത്തേർന്നു, ഇന്ന ഒരാഴ്ചക്കുള്ളിൽ 5 ദിവസം 10 ദിവസം എന്നുള്ളത് കൊടുത്തിട്ടും കസ്റ്റമർ അത് കണ്ടിട്ടും അത് വാങ്ങിയില്ലെങ്കിൽ പിന്നെ കസ്റ്റമർക്ക് നമ്മളെ ചോദ്യം ചെയ്യാനുള്ളൊരു റൈറ്റ് അവിടെ ഇല്ല. അപ്പോൾ കസ്റ്റമറായി കുറ്റക്കാരൻ. അതല്ല പിന്നെ ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വക്കത്തൊക്കെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ചെറിയൊരു പുഷ് കൊടുക്കുകയാണ് നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാനായിട്ട്. ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ സെയിൽ വർദ്ധിപ്പിക്കാനായിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ ഓഫർ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ പലരും ചെയ്യാൻ മടിച്ചു നിൽക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ സെയിൽ കൂടാത്തതിൻ്റെ ഒരു കാരണം. പിന്നെ ഇത് ഓൾറെഡി കുറച്ചൊക്കെ സെയിലുള്ളവർക്കാണ് ഈ സ്ട്രാറ്റജി നടക്കുകയുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക പേരുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫറിൻ്റെ അല്ലായിരിക്കും. അവർക്ക് വേണ്ടത്ര എൻക്വയറികളോ ട്രാഫിക്കോ അവർക്ക് വന്നില്ല. വേണ്ടത്ര ആളുകൾ അവരുടെ ആ ബിസിനസ്സിലേക്ക് വരുന്നില്ല. അതായിരിക്കും ഈ ഓഫർ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും വന്നാലാണല്ലോ അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ട്രാഫിക് ജനറേറ്റ് ചെയ്യാനാണ് നോക്കേണ്ടത്. അതിൻ്റെ ധാരാളം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് മാർക്കറ്റിംഗ് പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ പഠിക്കണം. മാർക്കറ്റിംഗ് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഏത് ബിസിനസ്സിലും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ഡ്രൈവ് ചെയ്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു രീതി അത് നമ്മൾ പഠിക്കണം. അതിനുശേഷം അവരുടെ മുമ്പിലേക്ക് ഈ ഓഫർ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് സെയിൽ വരെയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യണത്. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.